ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പിക്കാഡോ പിക്ക് ദ ബെസ്റ്റ്, കാലിക്കറ്റ് റോഡ്, നിലമ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം KSSPA നിലമ്പൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവനക്കാരുടെ ശമ്പളത്തിൽ കണ്ണുവെച്ച് മുന്നോട്ട് പോവുക. ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കാൻ പോവുക. ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർ അവർ നിർബന്ധമായും ഇനി ആ പദ്ധതിയിൽ പണം നിക്ഷേപിക്കണമെന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ പോവുക. അങ്ങനെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കറിയാം, ഒരു കാലത്തുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത 96,000 കോടിയാണ്. ആ 96,000 കോടിയാണ് 4 ലക്ഷം കോടിയായി കേരളത്തിന്റെ കടബാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ കേരളത്തിലെ പെൻഷൻ പരിഷ്കരണ ദിനമായ ജൂലൈ 1 നാളിതുവരെ ഒരു നടപടിയും സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തതിനാൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. നിലവിൽ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, 19% ക്ഷമാശ്വാസ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കണമെന്നും മെഡിസപ്പ് ന്യൂനത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പെൻഷൻകാരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപിനാഥ്, MC മാത്തുക്കുട്ടി, CP തോമസ്, C രാമകൃഷ്ണൻ, ബാബു കല്ലായി, യൂസഫ് സിദ്ദിഖ്, TP ഷൗക്കത്ത് അലി, NP രാമകൃഷ്ണൻ, MV മാത്യു, പരപ്പൻ ഹംസ, CP മത്തായി, പൊന്നമ്മ തോമസ്, മറിയക്കുട്ടി, സാബിറ, VP മത്തായി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, PSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.